മേപ്പാടി ഹെൽത്ത് സെന്ററിന്റെ പരിസരത്ത് നിന്ന് മൃതശരീരങ്ങളുമായി ആംബുലൻസുകൾ യാത്ര തിരിക്കുകയാണ്. അവിടെ നിന്ന് 16 മൃതശരീരങ്ങൾ ആംബുലൻസുകളിൽ കൊണ്ടുപോകുന്നു എന്നാണ് കണ്ട നേരത്തെ നൽകിയ വിവരം. 30 പേരെയാണ് ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത്. ഒപ്പം ശരീരഭാഗങ്ങളുമുണ്ട്. മേപ്പാടിൽ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഹൃദയം നുറുങ്ങുന്ന വേദനയായി, പേരും അഡ്രസ്സും ഇല്ലാതായി മാറ്റപ്പെട്ടവർ, ഒരു നിമിഷം കൊണ്ട് മാറ്റപ്പെട്ടവർ, അവർക്ക് അവരുടെ നാട്ടിൽ പുത്തുമലയിൽ, സമീപത്തുള്ള പുത്തുമലയിൽ അന്ത്യവിശ്രമത്തിന് ഇടം ഒരുങ്ങിയിട്ടുണ്ട്. അവിടേക്കുള്ള യാത്രയാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 391 400ലേക്ക് അടുക്കുമ്പോൾ ഇനിയും മരണസംഖ്യ ഉയരുമെന്ന കാര്യം ഉറപ്പാണ്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നതാണ് ഔദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ 500-ലധികം, 600ലേക്കൊക്കെ ഈ മരണസംഖ്യ എത്താമെന്ന ഞെട്ടിക്കുന്ന ഭീതിതമായൊരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇന്നിപ്പോഴിതാ രണ്ടാമത്തെ ദിവസം പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സന്നദ്ധ സേവയുടെ ഭാഗമായി എത്തിയ ആംബുലൻസുകൾ, അതിലെ ജീവനക്കാർ, ഡ്രൈവർമാർ, സംഘടനകൾ, അവരുടെ എല്ലാം നേതൃത്വത്തിൽ ഇപ്പോൾ മരണത്തിൽ അങ്ങേയറ്റത്തെ ബഹുമാനവും ദുഃഖവും ഒക്കെ പങ്കുവച്ചുകൊണ്ട് അവരെ പുത്തുമലയിലേക്ക്, അവർക്ക് അന്ത്യവിശ്രമം ഒരുക്കാനുള്ള സ്ഥലത്തേക്ക് ആംബുലൻസുകൾ പുറപ്പെടുകയാണ്. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്ന് സർക്കാരിൻ്റെ വാഹനങ്ങളുമൊക്കെ നമുക്ക് ആ നിരയിൽ കാണാൻ കഴിയും. കോൺവോയ് അടിസ്ഥാനത്തിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിക്കുകയാണ്. മേപ്പാടി എന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റിടങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളും മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമായി അല്പസമയത്തിനകം എത്തും. കണ്ണൻ, ഒരു അന്ത്യയാത്രയുടെ വല്ലാത്ത ഭീതിയിൽ അല്ലെങ്കിൽ നടുക്കത്തിൽ എന്നൊക്കെ പറയാൻ കഴിയുന്നൊരു സാഹചര്യമാണ് വീണ്ടും മേപ്പാടിയിൽ, മേപ്പാടി കൺവെൻഷൻ സെൻറ്റർ പരിസരത്ത്. എല്ലാ ആംബുലൻസുകളും പുത്തുമലയിലേക്ക് പോയോ? ഇവിടെ നിന്നുള്ള 16 ഭൗതിക ശരീരങ്ങളാണ് പുത്തുമലയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇനി ബാക്കി സമീപത്ത് മേപ്പാടി കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നിന്നുള്ള ഒരു 3 മൃതദേഹങ്ങൾ കൂടി കൊണ്ടുപോകണം. ഒപ്പം തന്നെ വൈത്തിരി ആശുപത്രിയിൽ നിന്നുള്ള 3 മൃതദേഹങ്ങൾ കൂടി കൊണ്ടുപോകണം. ഇപ്പോൾ അവരുടെ അന്ത്യയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഇനി പുത്തുമല എന്ന് പറയുന്ന പഴയ ദുരന്തഭൂമിയിലേക്ക് അവർ എത്തുകയാണ്. അവർ അന്തി ഉറങ്ങുകയാണ്. ക്രിസ്ത്യൻ പുരോഹിതരടക്കമുള്ള ആൾക്കാർ. അച്ഛാ, നമസ്കാരം. വല്ലാത്ത അവസ്ഥയിലാണ്, ദുരന്താവസ്ഥയിലാണ്. നിങ്ങൾ മെഴുകുതിരി കത്തിച്ച് അവർക്കൊരു യാത്ര അയക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരൊരിക്കലെങ്കിലും മേപ്പാടിക്കാരായതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ അരികിലൂടെ പോയിട്ടുണ്ടാവും. അവരുടെ ഏതെങ്കിലും പ്രാർത്ഥനകൾ ഇവിടെ ഉണ്ടാവും. അവരെ ഓർക്കാനും അവരെ ഒന്ന് സമർപ്പിക്കാനും വേണ്ടിയാണ് ഞങ്ങളും വന്നിരിക്കുന്നത്. അത് ഓർക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കും വലിയ സങ്കടമുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പോലും മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ കരുതാനായിട്ട്, അതുകൊണ്ടാണ് അവരെ ആ ആദരവോടുകൂടെ യാത്ര അയക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നതും പ്രാർത്ഥിച്ചതും. ഇന്നലെയും അവരുടെ ഇവിടെ നിന്നുള്ള ഒരുമിച്ച് ഉള്ള യാത്രയിൽ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം സമർപ്പിക്കുന്നു. പല വിശ്വാസപ്പെട്ടവരായിരിക്കാം, പക്ഷേ അവരൊക്കെ തന്നെ സർവ്വമതത്തിന് പെട്ട ആൾക്കാരായി മാറുന്ന ഒരവസ്ഥയാണ്. ഏറ്റവും ഉചിതമായൊരു യാത്രയപ്പോൾ തന്നെ. അതെ, തീർച്ചയായും അവർ മനുഷ്യരെന്ന നിലയ്ക്ക് ദൈവം മനുഷ്യരെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സൃഷ്ടിയോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. അതുകൊണ്ടായിരുന്നു എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പലതരത്തിലുള്ള ശുശ്രൂഷകൾ അവർക്ക് വേണ്ടി ചെയ്തു. ജീവനോടെ അവരെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്നുള്ള വലിയ സങ്കടമുണ്ട്. ഇനി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി അടുത്ത കാര്യങ്ങൾ കൂടെ ചെയ്യാം. ഇവരുടെ ഓർമ്മയൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ, ആ ഒരു ഓർമ്മയിൽ പുതുതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു.